സ്നേഹമുള്ളവരെയും ജീവൻ്റെ കവാടത്തിലേക്ക് സ്വാഗതം. എന്നാൽ ജീവൻ്റെ കവാടം കൈപ്പേറിയതായിട്ട് തോന്നുന്നുണ്ടോ? ഒരിക്കലുമല്ല. ഇവിടെയാണ് നമുക്കുണ്ടാകേണ്ട കാഴ്ചപ്പാടിലുള്ള വലിയൊരു വ്യത്യാസം. നമ്മൾ രക്തസാക്ഷികളെയും അവരുടെ ജീവിതത്തെയും കാണേണ്ടത് അവരത് വളരെ മധുരമായ അനുഭവത്തോടു കൂടിയാണത് സ്വീകരിച്ചതെന്നും നമ്മൾ മനസ്സിലാക്കി. കഴിഞ്ഞ എപ്പിസോഡിൽ ബിഷപ്പ് ഓഫ് ആന്റിയോക്ക് എല്ലാം അവർ പ്രാർത്ഥിച്ചിരുന്നത് യേശുവിനെ പോലെ ഞങ്ങളാകണം. അതായത് യേശയ്യാ പ്രവചനങ്ങൾ അവനെ കണ്ടവർ അമ്പരന്ന് പോയി, അവൻ വിരൂപനായി എന്ന വചനങ്ങളെല്ലാം നമ്മളിൽ പൂർത്തിയാകണം. അടിച്ചവർക്ക് പുറവും താടിവീശ പറിച്ചവർക്ക് കവിളുകളും അവർ കാണിച്ചു കൊടുത്തു. നിന്ദനത്തിൽ നിന്നും തുപ്പലിൽ നിന്നും അവൻ മുഖം തിരിച്ചില്ല എന്ന കർത്താവിൻ്റെ ദാസൻ 3 4 യേശുവിൽ പൂർണ്ണമായത് നമ്മളിലും പൂർണ്ണമാകണം. ഈശോയിൽ ഉണ്ടായ സഹനത്തെക്കുറിച്ച് യേശുവിന് 1000-ലധികം വർഷങ്ങൾക്ക് മുമ്പ് സങ്കീർത്തനങ്ങളിൽ നമ്മൾ അറിയുന്നുണ്ട്. സങ്കീർത്തനം 22 പറയുകയാണ്, അവൻ്റെ കൈകാലുകൾ അവർ കുത്തിത്തുളച്ചു, അവൻ്റെ വസ്ത്രത്തിന് അവർ ചിട്ടിയിട്ടു. അപ്പോൾ അത്രയും മുൻകൂട്ടി പദ്ധതി ചെയ്യപ്പെട്ടിരുന്നതായിരുന്നു ഈശോയുടെ പീഠാനുഭവം, ഈശോയുടെ ആത്മസമർപ്പണം. ഈശോ ഒരു ദിവ്യ കുഞ്ഞാടായിട്ട് ബലി വസ്തുവായിട്ട് മാറി അവനെ കണ്ടവർ അമ്പരന്ന് പോയി. ഈ കടന്നുപോകൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ നിത്യജീവനിലേക്കുള്ള കടന്നുപോകലാണ്. എന്നാൽ അത്തരത്തിലുള്ള ഒരാത്മീയതയാണ് ക്രിസ്തീയ ജീവിതമെന്ന് പലരും മനസ്സിലാക്കുന്നില്ല. ഇന്നത്തെ പ്രത്യേകിച്ച് ഞാൻ വിമർശിക്കുകയല്ല, ഇന്നത്തെ പ്രോസ്പെരിറ്റി ഗോസ്പൽ ഇതിനെ എതിരായ ഒരു ചിന്താഗതിയാണ്. അതായത് സുവിശേഷ പ്രഘോഷണത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ദൈവത്തിൻ്റെ ചോദിക്കുന്നതെല്ലാം ലഭിക്കുന്നതിലൂടെയും നമ്മൾക്ക് ഈ ജീവിതത്തിന് ആവശ്യമായതെല്ലാം നേടി അങ്ങനെ ഈ ജീവിതം സന്തോഷകരമായൊരു ജീവിതമാക്കി മാറ്റി. ഇതല്ല ക്രിസ്തീയതയുടെ ലക്ഷ്യം. ക്ഷമിക്കണം. അതാണ് പൗലോസ് ശ്ലീഹ പറഞ്ഞത്. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ നിർഭാഗ്യവാന്മാർ. ഇത് കേൾക്കുമ്പോൾ എന്നെ ഇതിൽ എനിക്കുള്ള ഒരു വലിയ ചിന്ത, ഒരു ആത്മീയ വിപ്ലവം ആവശ്യമാണെന്നുള്ളതാണ്. എ ക്രിസ്ത്യൻ റെവല്യൂഷൻ. ക്രിസ്തീയ ആധ്യാത്മികതയുടെ ക്രിസ്തീയ ജ്ഞാനം ഓരോ കുഞ്ഞിലും വരുമ്പോൾ, നമ്മൾ ഓരോരുത്തരിലും ജ്വലിക്കുമ്പോൾ ഒരു വലിയ ആത്മീയ വിപ്ലവം ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാകും. അപ്പോഴാണ് യേശയ്യാ 11-ാം അധ്യായത്തിൽ 9-ാമത്തെ വചനം പറയുന്നത്, ലോകം മുഴുവൻ സമുദ്രം ജലം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഈ ലോകം മുഴുവനുള്ള എല്ലാവരും ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട്. ആ ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിന് മാത്രമേ ഈ ജീവിതത്തിൽ നിന്നും അനന്തമായ ജീവിതത്തിലേക്കുള്ള ഒരു തുടക്കം ഇവിടെ തന്നെ ഉണ്ടായിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുകയുള്ളൂ. നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ചിന്തിച്ചു, നിത്യജീവൻ എന്നാൽ എന്താകുന്നു? ഏക സത്യദൈവമായ അങ്ങയെയും അങ്ങയച്ച യേശു ക്രിസ്തുവിനെയും കുറിച്ചുള്ള അറിവാണ്. നമ്മൾ യേശു ക്രിസ്തുവിനെ അറിയുന്നത് എങ്ങനെയാണ്? ആ യേശു ക്രിസ്തു ജീവൻ്റെ നിത്യത മുഴുവനും നിറഞ്ഞു നിന്നുകൊണ്ട് നമ്മളിലേക്ക് നൽകിക്കൊണ്ട് നമ്മുടെ ജീവനെ നിത്യതയിലേക്ക് നയിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ ഓരോ പ്രാർത്ഥനയും ഓരോ സുഹൃത ജപങ്ങളും ഓരോ പ്രാർത്ഥനയിലും പ്രധാന രഹസ്യം ഇതാണ്: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. പിന്നെ എന്താ പറയുന്നത്? അങ്ങയുടെ രാജ്യം വരണമേ. എന്താ അങ്ങയുടെ രാജ്യം? അങ്ങയുടെ രാജ്യം എന്നത് അനന്തമായ ഒരു രാജ്യമാണ്, ജീവൻ്റെ കവാടമാണ്, നിത്യമായൊരു ജീവിതമാണ്. ആ നിത്യമായ ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ വിശ്വസിച്ചാൽ മാത്രം മതി. എന്തിൽ വിശ്വസിക്കണം? ആ നിത്യജീവനിൽ വിശ്വസിക്കണം. അങ്ങനെ ഒരു ജീവിതമുണ്ടെന്ന് വിശ്വസിക്കണം.
മറിച്ച് ഈ ലോകത്തിലെല്ലാം ഈ ജീവിതത്തെ മാത്രത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ നമ്മൾ യേശുക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ ഇവിടെയാണ് ഒരു റെവല്യൂഷണറി ചേഞ്ച്. എ സ്പിരിച്വൽ റെവല്യൂഷൻ ഈസ് എഹെഡ് ഓഫ് us. അതുകൊണ്ടാണ് ഈ എല്ലാ ധ്യാന കേന്ദ്രങ്ങളും ഈ ടെലിവിഷൻ ചാനലുകളും നമ്മുടെ സ്കൂളുകളും പള്ളികളും എല്ലാം ഈ ഒരു ആശയത്തെ പ്രഘോഷിക്കാൻ തുടങ്ങുമ്പോൾ ഒരാത്മീയ വിപ്ലവമുണ്ടാകും. അതിനെ മുൻകൈയെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഈ ജീവൻ്റെ കവാടം എന്നത്. നമ്മൾ ഈ ജീവൻ്റെ കവാടത്തിലൂടെ നിരവധി എപ്പിസോഡുകളിലൂടെ കടന്നുപോയപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് വലിയൊരു രഹസ്യമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി ഒന്നുമല്ല ഈ വിശ്വാസത്തിൻ്റെ കിടപ്പ്. നമ്മൾ നമ്മുടേതായ ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണു. അത് കിട്ടിക്കഴിഞ്ഞു അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു, അത് കിട്ടിക്കഴിഞ്ഞു അടുത്തതിന് വേണ്ടി പ്രാർത്ഥിക്കണു. അങ്ങനെയുള്ള പ്രാർത്ഥനാ സമ്പ്രദായമല്ല ക്രിസ്തീയത എന്ന് പറയുന്നത്. എന്നാൽ അതിനേക്കാളെല്ലാം കോടാനുകോടി വലിപ്പമുള്ള നിത്യതയിലേക്ക് നമ്മളെ കൊണ്ടുചെല്ലുന്ന ഒരു ദിവ്യ രഹസ്യമാണ് ജീവൻ്റെ കവാടത്തിലൂടെ നമ്മളിലേക്ക് ഒഴുകേണ്ടത്. സ്നേഹമുള്ളവരെ, ഈ എപ്പിസോഡിൽ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത് ആദിമസഭയിലെ ആ പിതാക്കന്മാരുടെ കാലഘട്ടത്തിന് ശേഷം അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ നിരവധി മാർപ്പാപ്പന്മാർ രക്തസാക്ഷികളായി. പോപ്പ് ക്ലെമന്റ്, ആന്റിയോക്കിൽ അവരെല്ലാം സഭാപിതാക്കന്മാർ രക്തസാക്ഷികളായി. അതോടൊപ്പം മാർപ്പാപ്പന്മാർ, വിശ്വാസത്തിന് വേണ്ടി ജീവൻ അർപ്പിച്ച മാർപ്പാപ്പന്മാർ. അങ്ങനെയുള്ള മാർപ്പാപ്പന്മാരിൽ പ്രധാനികളായിട്ട് 1-2 പേരാണ്. പോപ്പ് കലിക്സ്റ്റസ് 223 ആണ്ടിലാണ് പോപ്പ് കലിക്സ്റ്റസ് എല്ലാം ഉണ്ടായത്. പോപ്പ് കലിക്സ്റ്റസിനെയും അതുപോലെ തന്നെ പോപ്പ് കലിക്സ്റ്റസിനെ ഒരു വലിയ ഒട്ടക്കിണറ്റിലേക്ക് എറിഞ്ഞ് കൊല്ലുകയാണ് ചെയ്തത് പോപ്പ് കലിക്സ്റ്റസിനെ. പിന്നെ മറ്റൊരു പോപ്പാണ് പോപ്പ് കൊർണേലിയൂസ്. അതുപോലെ തന്നെ മറ്റൊരു പോപ്പാണ് പോപ്പ് ജോൺ മാർട്ടിയർ, പോപ്പ് ഫാബിയൻ മാർട്ടിയർ, പോപ്പ് സിക്സ്റ്റസ്. ഇങ്ങനെയുള്ള നിരവധി മാർപ്പാപ്പമാർ രക്തസാക്ഷിയായത് നമ്മൾ മനസ്സിലാക്കണം. അതിൽ പ്രത്യേകമായ ഒരാളാണ് പോപ്പ് ഫാബിയൻ. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പോപ്പാണ് പോപ്പ് ഫാബിയൻ. എനിക്ക് നല്ല എല്ലാവർക്കും. കാരണം അതിൻ്റെ ഒരു പ്രത്യേകത, പോപ്പ് ഫാബിയൻ്റെ ആ പാപ്പസി, പോപ്പായിട്ട് തിരഞ്ഞെടുത്തത് തന്നെ അത്ഭുതകരമായ ഒരു കാര്യമായിരുന്നു. അന്ന് പോപ്പ് കൊർണേലിയോസിൻ്റെ ശേഷമാണ് പോപ്പ് ഫാബിയൻ ഉണ്ടായത്. കൊർണേലിയോസ് രക്തസാക്ഷിയായി കഴിഞ്ഞു. അങ്ങനെ ആ പാപ്പൽ സ്ഥാനം കഴിഞ്ഞപ്പോൾ അടുത്ത പാപ്പസിയിലേക്ക് പോപ്പിനെ തിരഞ്ഞെടുക്കാനായിട്ടുള്ള ആ സെനക്കിൾ അല്ലെങ്കിൽ ആ പൊതുയോഗം കൂടിയപ്പോൾ നിരവധി പ്രഗത്ഭരായ പിതാക്കന്മാർ, മെത്രാന്മാർ, വൈദികർ, അങ്ങനെയുള്ളവരെല്ലാവരും ഉണ്ടായിരുന്നു. എന്നാൽ പോപ്പിനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ല. പല തരത്തിലും തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഒരു സാധാരണക്കാരനായ ഒരു അൽമായൻ, സാധാരണക്കാരനായ ഒരു ഗ്രാമപ്രദേശത്ത് നിന്ന് വന്ന ഒരു അൽമായൻ എന്ന നല്ലൊരു ഭക്തി ഉള്ളൊരു മനുഷ്യനായ ഫാബിയാൻ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ആരും ഇദ്ദേഹത്തെ ഗവനിച്ചിട്ടില്ല. കാരണം അദ്ദേഹത്തിന് വേറെ യാതൊരു പ്രാഗൽഭ്യമോ എന്നാൽ ഒരു വൈദികൻ പോലുമല്ല. ഒരു അൽമായനായ ഫാബിയാൻ്റെ ലേക്ക് ഇതാ ആ കൂട്ടത്തിൽ ആ ഹാളിൽ വെച്ച് ഒരു പ്രാവ് പറന്നു വന്നുകൊണ്ട് കർത്താവീശോ മിശിഹ യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ച സമയത്ത് പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ പറന്നു വന്ന പോലെ ഇതാ ഫാബിയാൻ എന്ന ഒരു അൽമായൻ്റെ തലയിൽ വന്നിട്ട് ഒരു പ്രാവ് പറന്നു വന്ന് അങ്ങനെ ഇരിക്കുകയാണ്. ഇതെല്ലാവരെയും ശ്രദ്ധ ആകർഷിക്കുകയും അപ്പോൾ എല്ലാവരും ആ വ്യക്തിയെ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ അപ്പോഴാണ് മനസ്സിലായത് ഫാബിയാനാണ് അടുത്ത പോപ്പായി തിരഞ്ഞെടുക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നതെന്നും അങ്ങനെ ഒരു സാധാരണക്കാരനായ
ഫാബിയാൻ, ഒരു അൽമായനായ ഫാബിയാൻ ബിഷപ്പായി, അങ്ങനെ അദ്ദേഹം പോപ്പായി മാറി. അദ്ദേഹത്തിൻ്റെ ജീവിതവും ആ കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടത്തിൽ ഫാബിയാൻ വാസ്തവത്തിൽ പോപ്പ് ഫാബിയാൻ റോമിലെ രാജകീയ എംപററുമായിട്ടെല്ലാം വളരെ നല്ല ഒരു അഭിപ്രായത്തിലൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുകയും അവരൊരുമിച്ച് പ്രവർത്തിക്കാൻ. എന്നാൽ ആ കാലഘട്ടം പെട്ടെന്ന് മാറി. ആ എംപറർ മാറി അടുത്ത എംപറർ വന്നപ്പോൾ ആ അടുത്ത് വന്ന എംപറർ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന ഒരു വശത്തിലേക്ക് മാറി. അതിങ്ങനെയാണ് ഉണ്ടായത്. റോമാ സാമ്രാജ്യത്തിൻ്റെ അവർ പൂജിക്കുന്ന ചില ദേവന്മാരെ എല്ലാവരും ആരാധിക്കണം എന്നുള്ള ആ ദേവന്മാരൊന്നും ദേവന്മാരല്ല, അഥവാ അതെല്ലാം വിഗ്രഹാരാധനയാണ്. ആ വിഗ്രഹാരാധനയ്ക്ക് ഇവർ കൂട്ടുനിൽക്കണമെന്നും അവിടെ വന്ന് ധൂമാർപ്പണം നടത്തണമെന്നും ആ ബിംബങ്ങളുടെ നേരെ ആരാധനാപൂർവം വണങ്ങണമെന്നും പറഞ്ഞപ്പോൾ നിരവധി ക്രിസ്ത്യാനികൾ അതിനെതിരായി. അവർ അതൊരു വിഗ്രഹാരാധനയാണെന്നും ഞങ്ങൾ ഏകസത്യദൈവമായ അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവത്തെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, മറ്റുള്ള ഒന്നിനെയും ഞങ്ങൾ ആരാധിക്കില്ല. അതിൽ മുൻപന്തിയിൽ നിന്നതും പോപ്പ് ഫാബിയാൻ തന്നെയായിരുന്നു. അങ്ങനെ ആ വിശ്വാസത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ മറ്റൊരു വിഗ്രഹത്തെയും മറ്റൊരു ദേവനെയും ഒരിക്കലും ആരാധിക്കില്ല, ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ. അതിനു വേണ്ടി രക്തസാക്ഷിയാകുകയാണ് ഫാബിയാൻ ചെയ്തത്. സ്നേഹമുള്ളവരെ, ഇപ്പം എൻ്റെ മനസ്സിൽ വരുന്ന ഒരു വലിയ ചിന്ത ഇതാണ്: ദൈവം മരിച്ചവരുടെ ദൈവമല്ല, ജീവിക്കുന്നവരുടെ ദൈവമാണ്. മരിച്ചാലും മരിക്കാത്തവരാണ് എല്ലാ രക്തസാക്ഷികളും, അഥവാ എല്ലാ ക്രിസ്ത്യാനികളും. നമ്മൾ ആരും മരിക്കില്ല. നമ്മുടെ മരണം എന്നത് ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈ ലോകത്തിൽ നിന്ന് നമ്മൾ പരലോകത്തിലേക്ക് പോകുന്നു എന്നേ ഉള്ളൂ. കർത്താവ് മരിച്ചവരുടെ കർത്താവല്ല. അതാണ് പറഞ്ഞത്, അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എന്ന് പറയുന്നത്. അബ്രാഹം ഉണ്ടോ ഇപ്പോൾ? ഇല്ല. യാക്കോബ് ഉണ്ടോ ഇപ്പോൾ? ഇല്ല. എന്നാൽ അവരുണ്ടോ? ഇല്ലയോ? അവരുണ്ട്. അവരെവിടെയുണ്ട്? അവർ സ്വർഗത്തിലുണ്ട്. അവർ മരിച്ചോ? അവർ മരിച്ചു. എന്നാൽ അവർ മരിച്ചോ? മരിച്ചിട്ടില്ല. അപ്പം അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ നിത്യതയിലേക്കുള്ള ഒരു ചിന്തയാണ്. അബ്രാഹത്തിൻ്റെ വിശ്വാസത്തിൽ നൽകപ്പെട്ടിരുന്ന ആ വിശ്വാസത്തിൻ്റെ ഉൾക്കാഴ്ച, വിശ്വാസത്തിൻ്റെ കണ്ടന്റ്, വിശ്വാസത്തിൻ്റെ ഉള്ളടക്കത്തിൽ ഉള്ള ഒരാശയം ഇതാണ്. അബ്രാഹത്തിന് ദൈവം നൽകിയ വിശ്വാസം അനന്തമായ ദൈവത്തിൻ്റെ ജീവനിലുള്ള വിശ്വാസമാണ്. അതുകൊണ്ടാണ് അബ്രാഹത്തിനോട് കർത്താവ് പറഞ്ഞു, ഞാൻ നിനക്ക് നൽകിയ നിന്റെ ഏകമകനെ എനിക്കായി ബലിയർപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ അബ്രാഹം ഉടനെ തയ്യാറായി. കാരണം അബ്രാഹം വിശ്വസിക്കുന്നത്, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവം നിത്യനായ ദൈവമാണെന്നും എൻ്റെ ദൈവം എനിക്ക് തന്ന എൻ്റെ മകനെ ഞാൻ ബലിയർപ്പിക്കുകയാണെങ്കിൽ കർത്താവ് എന്നോട് അരുളി ചെയ്തിരുന്ന വാഗ്ദാനം അനുസരിച്ച് ഇവരിലൂടെ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ സന്തതികളെ ഉണ്ടാക്കും എന്ന ആ വാഗ്ദാനം പൂർത്തിയാക്കാൻ ശക്തനാണ് എൻ്റെ ദൈവമെന്ന് അബ്രാഹം എന്ന് വിശ്വസിച്ചു. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അബ്രാഹത്തിനുണ്ടായ ബോധ്യം ഇതാണ്: എൻ്റെ ദൈവം എൻ്റെ മകനെ എന്നോട് തന്നെ കഴുത്തിറക്കാൻ പറയുന്നു. അവനെ ഞാൻ കൊല്ലുകയാണെങ്കിലും അവനെ ഉയർപ്പിക്കാനും അവന് നിത്യത നൽകുന്ന ദൈവമാണ് എൻ്റെ ദൈവമെന്ന് അബ്രാഹം വിശ്വസിച്ചു. അങ്ങനെ അവനെ ഉയർപ്പിക്കുകയും അവന് പുതിയ ജീവൻ കൊടുക്കുകയും ചെയ്യുന്ന ദൈവമാണെന്ന് അബ്രാഹം വിശ്വസിച്ചു. റോമർ 11:19 പറയുകയാണ്, മരിച്ചവരിൽ നിന്ന് മനുഷ്യരെ ഉയർപ്പിക്കാൻ പോലും ദൈവത്തിന് കഴിയുമെന്ന് അബ്രാഹം വിചാരിച്ചു. അതുകൊണ്ട് ആലങ്കാരികമായി പറഞ്ഞാൽ ഇസ്ഹാക്കിനെ അവന് തിരിച്ചു കിട്ടി. ഇവിടെ ഈ രക്തസാക്ഷിത്വത്തിൻ്റെ ഒരു മുൻ അവതരണം മാതിരിയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു മിസ്റ്റിക്കലായിട്ടുള്ള ചിന്ത. വളരെ വളരെ അത് എളുപ്പം മനസ്സിലാവണമെന്നില്ല. ആ ചിന്ത ഇതാണ്: അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ദൈവം എന്ന് പറയുമ്പോൾ
ഇതാ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവം പറയുകയാണ്, ആ മോറിയ പർവ്വതത്തിൻ്റെ മുകളിൽ അബ്രാഹത്തിൻ്റെ ദൈവം അബ്രാഹത്തിനോട് പറയുന്നു, നീ നിൻ്റെ മകനെ കൊല്ലുക. ഇതെന്താ? നമ്മൾ എന്ത് വിശ്വാസത്തിൽ സ്വീകരിക്കാൻ സാധിക്കും? എന്ത് ഡിസേൺമെൻറ്റിലൂടെ നമുക്കിത് സ്വീകരിക്കാൻ പറ്റും? ഇസഹാക്കിൻ്റെ ദൈവം, ഇസഹാക്ക് ദൈവത്തിനോട് ചോദിക്കുകയാണ്, എന്താണ് ദൈവമേ ഇത്? എന്നെ കൊല്ലാൻ എൻ്റെ അപ്പൻ തന്നെ എൻ്റെ കഴുത്തിന് കത്തിവെക്കാൻ വന്നിരിക്കുന്നു. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അബ്രാഹത്തിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം. അബ്രാഹത്തിൻ്റെ ദൈവം, അബ്രാഹം ദൈവത്തിൽ നിന്ന് സ്വരം കേൾക്കുകയാണ്, നീ നിൻ്റെ മകനെ കൊല്ലുക. ഇസഹാക്കിൻ്റെ ഹൃദയത്തിൽ തോന്നുകയാണ്, എൻ്റെ ദൈവമേ നീ എന്താണ് ഈ ചെയ്യാൻ പോകുന്നത് തന്നെ? ഒരുപക്ഷെ അല്പസമയം അവിടെ ഒരു വാക്കേറ്റം ഉണ്ടാകാം, അവിടെ ഒരു സംഘർഷം ഉണ്ടായെന്ന് വിചാരിക്കുക. എന്തായിരുന്നിരിക്കാം അവിടുത്തെ സംഘർഷണം? അബ്രാഹം ഇതാ തൻ്റെ മകനായ, താൻ സ്നേഹിക്കുന്ന തൻ്റെ മകൻ ഇസഹാക്കിൻ്റെ കൈകൾ കെട്ടുന്നു, കാല് കെട്ടിക്കൊണ്ട് ഇതാ അവനെ വാസ്തവത്തിൽ ഒരു രക്തസാക്ഷിയാക്കാൻ പോവുകയാണ്. അവനൊരു ആദ്യത്തെ രക്തസാക്ഷി പോലെയാണ്. അവനെ കൈകാലുകൾ കെട്ടിക്കൊണ്ട് ആ ബലിപീഠത്തിൽ കിടത്തുന്നു. ആ സമയത്ത് അവൻ കിടന്ന് ബഹളമുണ്ടാക്കണം, അപ്പൻ എന്താ ചെയ്യണത്? അപ്പൻ എന്നെ കൊല്ലണോ? അപ്പൻ എന്നെ കൊല്ലണോ? എന്നെ കൊല്ലല്ലേ, എന്നെ കൊല്ലല്ലേ അപ്പ എന്ന് പറയുമ്പോൾ, മോനെ ഇത് ദൈവം ആഗ്രഹിക്കുകയാണ്. ഇല്ലില്ല, എന്താണ് അപ്പൻ പറയുന്നത്? ദൈവം എന്നെ കൊല്ലാൻ ആഗ്രഹിക്കുന്നു. അതേത് ദൈവമാണ്? അപ്പൻ കേട്ടത് തെറ്റാണ്. അപ്പൻ തന്നെയാണ് എന്നോട് ഇത്രയും നാൾ പറഞ്ഞിരിക്കുന്നത്, നിന്നെ എനിക്ക് ദൈവമാണ് തന്നത്. എനിക്കൊരു കുഞ്ഞില്ലാതെ വിഷമിച്ച കാലഘട്ടത്തിൽ, അമ്മയുടെ ഗർഭം വരേണ്ട കാലഘട്ടത്തിൽ എൻ്റെ ദൈവം എനിക്ക് തന്ന ഏക മകനാണ്. മകനെ, ഞാൻ നിന്നെ ഇത്രയും സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ ആ അപ്പനിപ്പോൾ പറയുകയാണ്, കർത്താവ് എന്നെ കൊല്ലാൻ പറയുന്നു. ഇതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഒരു സംഘർഷണം അവിടെ ഉണ്ടാകാൻ എല്ലാ സാധ്യതയുണ്ട്. സ്നേഹമുള്ളവരെ, ഇവിടെയാണ് വിശ്വാസത്തിൻ്റെ, രക്തസാക്ഷിത്വത്തിൻ്റെ അനന്തത ഇവിടെ ആരംഭിക്കുകയാണ്. ഇവിടെ അബ്രാഹം ഉത്തരം മുട്ടിയോ? ഇല്ല. അബ്രാഹം പറയാണ്, എടാ മകനെ, നിന്നെ ഞാൻ കൊന്നാലും നിന്റെ ജീവിതം അവസാനിക്കുന്നില്ല. നിന്റെ ജീവിതം അനന്തമായ ഒരു ജീവിതമാണ്. നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി, നിന്നെ ഞാൻ കൊന്നാലും ആ ദൈവത്തിന് നിന്നെ ഉയർപ്പിക്കാൻ കഴിവുള്ളവനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീ ഇത് വിശ്വസിക്കുമോനെ? നീ ഇത് വിശ്വസിക്ക്. നിന്റെ ദൈവം നിന്റെ ഈ ജീവിതത്തിൽ മാത്രം ലക്ഷ്യമാക്കിയിട്ടല്ല നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. നിന്റെ ദൈവം അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും ദൈവത്തിന് നിന്നെ ഉയർപ്പിക്കാനും നിന്നിലൂടെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ സന്തതികളെ പരത്താനും നിനക്ക് കഴിവുണ്ട്. ദൈവത്തിന് കഴിവുണ്ട്. ഇത് നീ ഒന്ന് വിശ്വസിക്കുമോനെ? ആഹാ, ഓ, വിശ്വസിക്കുന്നു. അപ്പാ, അപ്പാ, പിതാവേ, ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെയാണ് രക്തസാക്ഷിത്വത്തിലേക്കുള്ള വിശ്വാസം. ഒരുപക്ഷെ ഈ രക്തസാക്ഷികളെല്ലാവരിലേക്കും നൽകപ്പെട്ട വിശ്വാസത്തിൻ്റെ കാതൽ ഇവിടെയല്ലേ? അവിടെ വെച്ച് ഇസഹാക്ക് ഒരു രക്തസാക്ഷിയാകാൻ വിശ്വാസത്തിന് വേണ്ടി, അതേ പിതാവേ, ഞാൻ വിശ്വസിക്കുന്നു. ദൈവപിതാവ് തന്നെയാണ് അങ്ങയോടിത് പറഞ്ഞത്, എന്നെ ബലിയർപ്പിക്കാൻ, എന്നെ അറക്കാൻ, എന്നെ ഒരു രക്തസാക്ഷിയാക്കാൻ. കാരണം എൻ്റെ ജീവൻ ഈ ജീവിതത്തിൽ നിന്നും അപ്പുറത്തുള്ളൊരു ജീവിതമാണ്. എൻ്റെ ജീവിതം ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ തിളങ്ങേണ്ടതാണ്. എൻ്റെ ജീവിതം അനന്തതയിലേക്ക് പ്രവേശിക്കുന്നതാണ്. ഇപ്പോൾ എന്നെ അറുത്താലും എന്നെ കൊന്നാലും ഞാൻ ഉയർക്കും. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ എന്നിലൂടെ പൂർത്തിയാക്കപ്പെടും എന്ന് ഇസഹാക്ക് വിശ്വസിക്കുന്നു എന്നതായിട്ട് എനിക്ക് തോന്നുകയാണ്. ഇതാ ആ വിശ്വാസത്തിൻ്റെ രഹസ്യത്തിൽ അബ്രാഹം കത്തിയെടുത്തുകൊണ്ട് മകൻ്റെ കഴുത്തിന് വയ്ക്കുമ്പോൾ ഉടനെ മാലാഖ കൈക്ക് പിടിച്ച് വലിച്ചു എന്നാ പറയുന്നത്. അപ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്നൊരു സ്വരമുണ്ടായി, ഹേ ഇബ്രാഹിം, ഹേ ഇബ്രാഹിം, എനിക്ക് സന്തോഷമായി. നീ നിന്റെ ഏകജാതനെ പോലും എനിക്ക് തരാൻ മടിക്കായികയാൽ ഞാൻ നിന്നോട് ശപഥം ചെയ്യുന്നു, നിന്റെ സന്തതിയിലൂടെ ഈ ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, അതാണ്
ഓരോ രക്തസാക്ഷികളിലൂടെയും നമുക്ക് ലഭിക്കുന്നത്. അബ്രാഹാം തൻ്റെ മകനെ കഴുത്തറക്കാൻ, രക്തം ചൊരിയാൻ, മുറിച്ചൊരു ദഹനബലി അർപ്പിക്കാൻ തയ്യാറായി. അത് ആ മകൻ തന്നെ സ്വീകരിച്ച സമയത്ത് ലോകം മുഴുവനിലും വിശ്വാസത്തിൻ്റെ രക്തസാക്ഷിത്വത്തിൻ്റെ ആരംഭം കുറിക്കുകയാണ്. അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ കാതൽ. ആ വിശ്വാസമാണ് അനന്തതയിലേക്കുള്ള വിശ്വാസം. അബ്രാഹാം ഈ ലോകത്തിലുള്ള ആ ജീവിതത്തിൽ നിന്നെല്ലാം വിട്ടുകൊണ്ട് അനന്തമായ ജീവിതത്തെ ആ മകനിൽ കണ്ടു. ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ എൻ്റെ മകനിലൂടെ അനേകം മക്കളെ ദൈവത്തിന് സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണെന്ന് അബ്രാഹാം കണ്ടു. ഞാൻ എൻ്റെ മകനെ കഴുത്തറുത്ത് ബലി അർപ്പിച്ചാലും അവനെ ഉയർപ്പിക്കാനും അവനിലൂടെ അനേകം ജനതകളെ വാർത്തെടുക്കാൻ കഴിയുമെന്ന് കണ്ടു. അതാണ് ഓരോ രക്തസാക്ഷിത്വത്തിലൂടെയും ഇന്ന് സംഭവിക്കുന്നത്. ഓരോ രക്തസാക്ഷികളുടെയും ഓരോ രക്തത്തുള്ളികളിലൂടെയും 1000 പേർ അനേകം വിശ്വാസം വളരുകയാണ്. എവിടെയെല്ലാം രക്തസാക്ഷിത്വം നടന്നിട്ടുണ്ടോ അവിടെയെല്ലാം അത്ഭുതകരമായ രീതിയിൽ വിശ്വാസം വളരുകയാണ്. റോമാ നഗരത്തിൽ റോമിൽ മാർപ്പാപ്പമാരായവർ രക്തസാക്ഷികളായെങ്കിൽ ആ റോമാണ് ഇന്ന് ലോകം മുഴുവനിലേക്കും വിശ്വാസത്തിൻ്റെ ജ്വലനം നൽകുന്ന, വിശ്വാസത്തിൻ്റെ ഒഴുക്ക് നൽകുന്ന ആസ്ഥാനമായിട്ട് മാറിയിരിക്കുന്നത്. ആ റോമാ നഗരത്തിൽ ഒഴുകിയ രക്തം എന്തെങ്കിലും അവസാനിക്കുമോ? ആ റോമാ നഗരത്തിൽ വീണ രക്തത്തുള്ളികളിൽ നിന്നും ജ്വലിക്കുന്ന വിശ്വാസം ഈ പ്രപഞ്ചത്തെ മുഴുവനും ഒരു പുതിയ രാജ്യമാക്കി മാറ്റും എന്നതാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പോൾ അങ്ങനെ എല്ലാ മാർപ്പാപ്പമാരും, നിരവധി മാർപ്പാപ്പമാർ ഈ ജീവിതം ദൈവത്തിൻ്റെ വിശ്വാസത്തിന് വേണ്ടി കാഴ്ചവെച്ച ആ കാലഘട്ടം ആണ് മാർപ്പാപ്പമാരുടെ രക്തസാക്ഷിത്വം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഈ രക്തസാക്ഷിത്വത്തിലൂടെ അടങ്ങുന്ന രഹസ്യത്തിൽ ജ്വലിക്കുന്ന ഒരവസ്ഥ നമ്മൾ ഓരോരുത്തരും അവരുടെ രക്തസാക്ഷിത്വത്തിലൂടെ ഈ പ്രപഞ്ചത്തിൽ ലഭിച്ച അനന്തമായ വിശ്വാസത്തിൻ്റെ ഭാഗമാക്കുകളാണ്. വി ആർ ദ ഷെയറേഴ്സ് ഓഫ് ദാറ്റ് ഫെയ്ത്ത്. അന്ന് ആ മാർപ്പാപ്പമാർ ആ വിശ്വാസം ഉപേക്ഷിച്ചുകൊണ്ട് ആ വിഗ്രഹങ്ങളെ വണങ്ങുകയായിരുന്നുവെങ്കിൽ അവസ്ഥ എന്തായിരുന്നു? എന്നാൽ അവരുടെ വിളി യേശുവിനെ പോലെ തന്നെ രക്തം ചിന്തിക്കൊണ്ട്, അപ്പസ്തോലന്മാരെ പോലെ തന്നെ രക്തം ചിന്തിക്കൊണ്ട് അബ്രാഹാം ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ തീരുമാനിച്ച പോലെ അവരുടെ ഏറ്റവും സ്നേഹം നിറഞ്ഞ അവസ്ഥയെ ദൈവത്തിന് ബലിയർപ്പിക്കാൻ തീരുമാനിച്ചതാണ്. ഇതാണ് നമ്മൾ ഓരോരുത്തരുടെയും വിളിയുടെ ഒരു വശം. എന്നാൽ ഈ ബോധ്യത്തോടെ നമ്മൾ ഇന്ന് ഓരോ വിശുദ്ധ കുർബാനയിലും ഓരോ ദിവസവും ഈ ബോധ്യത്തോടെയാണ് നമ്മൾ ജീവിക്കുന്നത്. അതാണ് വിശുദ്ധ കുർബാനയുടെ സമാപനത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇനിയൊരു ബലിയർപ്പിക്കാൻ വരുമോ എന്ന് എനിക്കറിയില്ല. നാളെ ഇവിടെ ബലിയർപ്പിക്കാൻ വരുമോ എന്ന് എനിക്കറിയില്ല. കാരണം ഇന്നത്തെ ഈ ബലിയർപ്പണത്തിലൂടെ ഞാൻ അനന്തതയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇന്ന് അങ്ങയുടെ ശരീരവും രക്തവും സ്വീകരിച്ചതിലൂടെ എൻ്റെ ജീവൻ പൂർണ്ണതയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. നാളെ ഞാൻ ബലിയർപ്പിക്കാൻ വന്നില്ലെങ്കിൽ ഇന്നത്തെ ഈ ബലിയർപ്പണത്തിന് ശേഷം ഞാൻ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു, നിത്യതയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ആ ബലിയർപ്പണത്തിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുന്നത് ഈ ബലിയർപ്പണം യേശുവിൻ്റെ ബലിയർപ്പണത്തിനോടൊപ്പവും അനേകം വിശുദ്ധന്മാരും രക്തസാക്ഷികളുടെയും ബലിയർപ്പണത്തിനോടൊപ്പവും ആണ് നമ്മൾ അർപ്പിക്കുന്നത്. സ്നേഹമുള്ളവരെ, നമ്മളുടെ വിശ്വാസത്തിൻ്റെ വിസ്മരണീയതയിലേക്കാണ് നാം പോകുന്നത്. നമ്മളുടെ കുർബാനയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്: സർവജ്ഞനായ ഭരണകർത്താവ്, അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും. ഓ ദൈവമേ, വിശ്വാസത്തിൻ്റെ വിസ്മയനീയതയാണ് ജീവൻ്റെ കവാടം. നമ്മുടെ വിശ്വാസത്തിൻ്റെ വിസ്മയനീയതയാകുന്ന ഈ ജീവൻ്റെ കവാടത്തിലേക്ക് ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നുവെന്നും ആ നിത്യജീവൻ നമ്മളിൽ തുടിക്കുന്നുവെന്നും ആ നിത്യജീവൻ നൽകിയ യേശുക്രിസ്തു നമ്മിൽ ജീവിക്കുന്നുവെന്നും പൗലോസ് അപ്പസ്തോലനോടൊപ്പം നമുക്കും പറയാം: എനിക്ക് ജീവിതം ക്രിസ്തുവാണ്, എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു, ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്ന് പറയാനിടയാകട്ടെ.
കുരിശിൽ തൻ സുതൻ ജീവൻ വെടിഞ്ഞപ്പോൾ നട്ടുച്ചയ്ക്ക് സൂര്യനിരുണ്ടു, ഭൂമി കുലുങ്ങി, പാറ പിളർന്നു. കുലുങ്ങാതെ അമ്മയിതാ സുതനോടൊപ്പം, കുലുങ്ങാതെ അമ്മയിതാ സുതനോടൊപ്പം. രക്തസാക്ഷിത്വത്തിൻ്റെ മറ്റൊരു വശമാണത്. സ്വന്തം മകനെ തൻ്റെ കൺമുമ്പിൽ കൊല്ലുന്നത് കണ്ടിട്ട് കുലുങ്ങാതെ നിന്ന വിശ്വാസത്തിൻ്റെ വീരോചിതമായ ഒരു പ്രദർശനം അല്ലെങ്കിൽ ഒരു പ്രസരണമായിരുന്നു കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന അമ്മ. അമ്മ രക്തസാക്ഷി ആയില്ല എങ്കിലും അമ്മയാണ് തൻ്റെ മകനായ യേശുവിന്, പിതാവിൻ്റെ ഏകപുത്രനായ, ത്രിത്വത്തിൽ രണ്ടാമത്തെ ആളായ പുത്രൻ തമ്പുരാന് ശരീരവും രക്തവും നൽകാൻ തൻ്റെ ജീവൻ കൊടുക്കുകയും ആ ജീവൻ്റെ അവസാനത്തുള്ളി രക്തം ഒഴുകുന്നത് വരെ അതിന് സാക്ഷ്യം നൽകുകയും അത് കണ്ടു നിൽക്കാനുള്ള കരുത്താണ് രക്തസാക്ഷിത്വത്തിൻ്റെ മറ്റൊരു വശം.